നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കെതിരായ പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പരീക്ഷ വീണ്ടും നടത്താനുള്ള എൻടിഎയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് ഹർജി. രാജ്യത്തെ ഏതാനും സെന്ററുകളിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത് എന്നും അതിനാൽ ക്രമക്കേട് നടന്ന സെന്ററുകളിൽ നടന്ന പരീക്ഷ മാത്രം റദ്ദാക്കിയാൽ മതിയെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ടെലഗ്രാം സിഇഒ പവൽ ഡുറോവ് രംഗത്തെത്തി. വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഹർജി എത്തുമ്പോൾ എങ്ങനെ കോടതി അതിനോട് പ്രതികരിക്കുമെന്നത് ആകാംക്ഷയാണ്. ഒപ്പം ഈ ടെലഗ്രാം നിയന്ത്രണത്തിനെതിരെ സിഇഒ രംഗത്തും വരുന്നു. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ 21-നാണ് പുനഃപരീക്ഷ നടക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തന്നെയാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുക. ഹർജിയിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാകുന്നത്. അത് ഏതാണ്ട് 21 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കായി ഇത്തരത്തിൽ പുനഃപരീക്ഷ നടത്തുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതു താൽപര്യ ഹർജിയിൽ പറയുന്നത് ഇത്തരത്തിലേക്ക് പരീക്ഷകൾ ചേർന്നിട്ടുണ്ട് എങ്കിൽ ആ കേന്ദ്രങ്ങളിൽ മാത്രം പുനഃപരീക്ഷ നടത്തിയാൽ മതിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരീക്ഷ മുന്നോടിയായി ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ വിമർശനവുമായി ടെലിഗ്രാം സിഇഒ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 180 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് ഈ ടെലിഗ്രാം ഉപയോഗിക്കുന്നതെന്നും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സാധാരണ ഈ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്ന നടപടിയാണെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.